ഹായ് മക്കളെ, അപ്പൊ എല്ലാവരും +1 +2 റിസൾട്ട് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ റിസൾട്ട് എപ്പോ വരും എന്ന് പറയാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മറിച്ച് ഇത്തവണത്തെ റിസൾട്ടിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നേരെ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും വർഷങ്ങളിലെ ഈ കഴിഞ്ഞ 2021 മുതൽ ഈ കഴിഞ്ഞ 2024 വരെ എഴുതിയ പരീക്ഷകളുടെ വിജയ ശതമാനം എത്രയാണ്, എത്ര ശതമാനം കുട്ടികളാണ് ആ വർഷങ്ങളിലൊക്കെ തോറ്റിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ആദ്യം പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അപ്പൊ 2021 87.94% കുട്ടികളാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം 12.06% കുട്ടികൾ ആ വർഷം ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതേ കാര്യം 2022 നോക്കുകയാണെങ്കിൽ 83.87% വിജയ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 16.13% ആ ഫെയിലിയർ റേറ്റ് കൂടിയിട്ടുമുണ്ട്. ഇനി 2023 വരികയാണെങ്കിൽ 82.95% വിജയ ശതമാനമായിട്ടുള്ളത്, 17.05% ഫെയിലിയർ റേറ്റ് ആണ്. ഇനി ഈ തൊട്ടടുത്ത കഴിഞ്ഞ വർഷം 2024 പെർസെന്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 78.69% മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അറൌണ്ട് 22%, ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 21.31% കുട്ടികൾ ആ വർഷം ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ വർഷവും എക്സാമിന്റെ പാറ്റേൺ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഈ 2021 മുതൽ 24 വരെയുള്ള വർഷങ്ങളിൽ പാറ്റേൺ വലിയ പറയത്തക്ക ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ 2025 ഇപ്പൊ കഴിഞ്ഞ ഈ +2 പരീക്ഷ നമുക്ക് ഒരു കാര്യം എന്തായാലും വ്യക്തമായിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലെ പോലെ അല്ലായിരുന്നു ഈ പരീക്ഷ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയ ശതമാനത്തെയും ഫെയിലിയർ റേറ്റിനെയും അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കിപ്പോ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇത്തവണത്തെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിലോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് ഇനിയുള്ള കുട്ടികൾ, അതായത് നിങ്ങൾ എന്തായാലും ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനി വരാനുള്ള +1 ഈ വർഷം +1 പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഈ വർഷം SSLC കഴിഞ്ഞ് +1 കാലെടുത്ത് വെക്കുന്ന മക്കളോടാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ +1 +2 ഒക്കെ സിലബസുകൾ പഴയതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ എങ്കിലും എക്സാം പാറ്റേണുകൾ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. പുതിയ പുതിയ ക്വസ്റ്റ്യനുകളാണ് വരുന്നത്, പുതിയ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് വരുന്നത്. കൂടുതലും NCERT ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ എഴുതാൻ പോകുന്ന മക്കളോടാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, എല്ലാവരും കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിക്കൊള്ളുക. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നല്ലതുപോലെ പഠിച്ച് +1 +2 ഒരു 90 above പെർസെന്റുള്ള കുട്ടികളെ അല്ല, മറിച്ച് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവാം എന്ന് വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് അല്ലെ എങ്ങനെയും പാസ്സായി പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണ് ഇത് ബാധിക്കുക. ഈ 22%, കഴിഞ്ഞ വർഷത്തെ പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഈ 22% എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 10 20 കുട്ടികളല്ല, മറിച്ച് കേരളത്തിൽ +2 ഒരു വർഷം എഴുതുന്ന 2-2.5 ലക്ഷം കുട്ടികളാണെങ്കിൽ അതിൽ 22% എന്ന് പറയുമ്പോൾ 10,000 കണക്കിന് 30,000 കണക്കിന് കുട്ടികളുടെ എണ്ണമാണ് ഈ തോറ്റു പോകുന്നത്. ഇത് സയൻസ് വിഷയങ്ങളിൽ മാത്രമല്ല, ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ ഇത് തന്നെ ബാധകമാണ്. അപ്പൊ എല്ലാവരും എന്തായാലും ഈ വർഷത്തെ റിസൾട്ട് ഒരു പാഠമായി എടുത്തുകൊണ്ട് അടുത്ത വർഷങ്ങളിലേക്കുള്ള കുട്ടികൾ എന്തായാലും ഇതൊരു മുന്നറിയിപ്പായി എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇനി റിസൾട്ടിന്റെ ഡേറ്റ് എപ്പോ വരുമെന്നും കൃത്യം ഏത് സമയത്ത് വരുമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് വരുന്നുണ്ടാവും. അപ്പൊ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ മക്കളെ, ടാറ്റ, ബൈ.